ഹായ് ഫ്രണ്ട്സ്, അക്ബർ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. കേരള സെറ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഇനി ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഇപ്പോൾ തന്നെ സെറ്റ് പാസ്സാകാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യാസ് റോൾ ഇൻ ഇൻ്റർനാഷണൽ അഫേഴ്സ്, അതാണ് മെയിൻ ടോപ്പിക്ക് വരുന്നത്. പിന്നെ കുറച്ച് ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, പിന്നെ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന സെറ്റ് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും. ഇതിൻ്റെ മുന്നേ 2 വീഡിയോസിലായി PYQസും അതുപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സും ഇൻ്റർനാഷണൽ റിലേഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. അതുപോലെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും കണ്ട് നല്ലതുപോലെ എല്ലാം പഠിച്ചെടുക്കണം. ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ത്യാസ് റോൾ ഇൻ ഇൻ്റർനാഷണൽ അഫേഴ്സ്, അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയുടെ പങ്ക്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നെഹ്റു, ഇന്ത്യ ഫൗണ്ടഡ് ദി നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഇൻ 1955. Basic features of Indian foreign policy: independent foreign policy, peaceful coexistence, empathy and solidarity with developing countries, developing a self-reliant. Look East policy was launched in 1992, just after the end of the Cold War, during the Prime Minister P.V. Narasimha Rao. India's Look East policy (LEP) launched in the early 1990s. By Prime Minister P.V. Narasimha Rao was the strategic shift to boost economic, cultural and strategic ties with Southern East and East Asian nations, moving beyond traditional Cold War alignment. Under the leadership of Nehru, India founded the non-alignment movement in 1955. 1955 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിച്ചു. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി: ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി, അതുപോലെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസും, എംപതി ആൻഡ് സോളിഡാരിറ്റി വിത്ത് ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്പിംഗ് എ സെൽഫ് റിലയൻറ്റ്. സ്വതന്ത്ര വിദേശ നയം, സമാധാനപരമായ സഹവർത്തിത്വം, വികസ്വര രാഷ്ട്രങ്ങളോടുള്ള സഹാനുഭൂതിയും ഐക്യദാർഢ്യവും, സ്വയം പര്യാപ്തമായ ഒരു രാഷ്ട്രം വികസിപ്പിക്കൽ. Look East policy was launched in 1992, just after the end of the Cold War, during the Prime Minister P.V. Narasimha Rao. ശീതയുദ്ധം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ PV നരസിംഹ റാവുവിൻ്റെ കാലത്ത് 1992 ലുക്ക് ഈസ്റ്റ് പോളിസി ആരംഭിച്ചു. ലുക്ക് ഈസ്റ്റ് പോളിസി 1990കളുടെ തുടക്കത്തിൽ, അതായത് 1992 പ്രൈം മിനിസ്റ്റർ PV നരസിംഹ റാവു ആരംഭിച്ച നയമായ ഈ ലുക്ക് ഈസ്റ്റ് പോളിസി പരമ്പരാഗത ശീതയുദ്ധ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക, സാംസ്കാരിക, തന്ത്രപരമായ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ മാറ്റമായിരുന്നു ഈ ലുക്ക് ഈസ്റ്റ് പോളിസി ആരംഭിക്കാനുള്ള കാരണം. Gujarat Doctrine 1996. It is a set of 5 principles to guide the conduct of foreign policy with its immediate neighbors. Based on principle of non-reciprocity, the doctrine was adopted India's 12th Prime Minister Sri I.K. Gujarat, who headed the United Front government in 1997 to 1998. അയൽ രാജ്യങ്ങളുമായുള്ള വിദേശ നയത്തിൻ്റെ നടത്തിപ്പിനെ നയിക്കുന്നതിനുള്ള 5 തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഗുജറാത്ത് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1996 ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് നോൺ റെസിപ്രോസിറ്റി, പരസ്പര വിരുദ്ധത എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ ഗുജറാത്ത് ഡോക്ട്രിൻ. ദ ഡോക്ട്രിൻ വാസ് അഡോപ്റ്റഡ് ഇന്ത്യസ് 12th പ്രൈം മിനിസ്റ്റർ ശ്രീ I.K. ഗുജറാത്ത്, ഹു ഹെഡഡ് ദ യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ് ഇൻ 1997 to 1998. 1997-98 ഐക്യമുന്നണി സർക്കാരിനെ നയിച്ച ഇന്ത്യയുടെ 12ാമത് പ്രധാനമന്ത്രി ശ്രീ I.K. ഗുജറാളാണ് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. Principles of Gujarat Doctrine are: India should not seek reciprocity with giving
concession to the neighboring countries of Nepal, Bangladesh, Bhutan, Maldives and Sri Lanka. അതിൻ്റെ 5 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഇന്ത്യ ഷുഡ് നോട്ട് സീക്ക് റെസിപ്രോസിറ്റി വൈൽ ഗിവിംഗ് കൺസെഷൻ ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങൾക്ക് ഇളവുകൾ നൽകുമ്പോൾ ഇന്ത്യ പരസ്പരം സഹകരണം തേടരുത്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത്. സെക്കൻഡ്, നൺ ഓഫ് ദി സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഷെയർ ഇറ്റ്സ് ടെറിട്ടറി ബീയിങ് യൂസ്ഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് അനദർ കൺട്രി ഓഫ് ദി റീജിയൻ. ഒരു ദക്ഷിണേന്ത്യൻ രാജ്യവും തങ്ങളുടെ പ്രദേശം മേഖലയിലെ മറ്റൊരു രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരെ ഉപയോഗിക്കുന്നതിന് പങ്കിടുന്നില്ല. നെയ്ബർ കൺട്രി ഷുഡിൻ്റ് ഇൻ്റർഫിയർ ഇൻ ദി ഇൻ്റർ മാറ്റേഴ്സ് ഓഫ് അനദർ. അയൽ രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. ആൾ സൗത്ത് ഏഷ്യൻ കൺട്രീസ് മസ്റ്റ് റെസ്പെക്റ്റ് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. എല്ലാ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളും പരസ്പരം പ്രാദേശിക സമഗ്രതയും പരമാധികാരത്തെയും ബഹുമാനിക്കണം. ആൾ ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ കൺട്രീസ് ഷുഡ് സോൾവ്ഡ് പീസ്ഫുള്ളി. രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും സമാധാനപരമായും പരിഹരിക്കപ്പെടണം. ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുജറാത്ത് ഡോക്ട്രിനിൽ ഉൾപ്പെടുന്നത്. Indo-China War happened in 1962. Furthermore, a few years later, in 1993, it was agreed to maintain peace and tranquility along the line of actual control and a mechanism set up to ensure the same. So far, India and Pakistan had fought 4 wars from the time of independence: 1947, 1965, 1971 and 1999. After 26 November 2008, Mumbai attack, the relation between the two countries got better again. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ ഇന്ത്യയും പാകിസ്ഥാനും 4 യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് 1947, 65, 71, 99. 2008 നവംബർ 26 മുംബൈ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി. Under the Indus Water Treaty 1960, India was granted exclusive rights over the water of eastern rivers Satluj, Beas, Ravi and its attributes before the point where the river enters the Pakistan. Well, Pakistan won the right over the western rivers Indus, Jhelum, Chenab and their tributaries. Pakistan's share of the total Indus system is over 80%, where India less than 20%. Myanmar is gateway of India's economic engagement with the Asian countries. Under the Indus Water Treaty 1960, കിഴക്കൻ നദികളിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകി. സത്ലജ്, ബിയാസ്, രവി ആൻഡ് ഇറ്റ്സ് attributes before the point where the river enters the Pakistan. Pakistan won the right over the western rivers Indus, Jhelum, Chenab and their tributaries. Pakistan's share of total Indus system is over 80%, where India less than 20%. അതായത് സിന്ധു നദിയിൽ 80% അവകാശം പാകിസ്ഥാനും 20% താഴെ മാത്രമേ ഇന്ത്യക്കും അതിൻ്റെ ഒരു വിഹിതമുള്ളൂ. മ്യാൻമാർ ഈസ് ഗേറ്റ് വേ ഫോർ ഇന്ത്യാസ് എക്കണോമിക് എൻഗേജ്മെൻറ്റ് വിത്ത് ഏഷ്യൻ കൺട്രീസ്. ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ഇടപെടലിനുള്ള കവാടമാണ് മ്യാൻമാർ. Siachen Glacier lies in northwest India adjacent to Karakoram mountain line. World's second largest glacier, and Pakistan is claiming demilitarization, whereas India seeks to draw a border. In 2007, Indo-Bhutan Friendship Treaty was substantially revised under the Bhutanese King Jigme Khesar Namgyal Wangchuk. Indian Ocean Rim defines a distinctive area in international parties consisting of coastal states boundary in the Indian Ocean. Siachen Glacier lies in northwest India adjacent to
കാരക്കോറം മൗണ്ടൻ ലൈൻ. സിയാച്ചിൻ ഹിമാനി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ കാരക്കോറം പർവ്വതനിരയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലേസിയർ ആൻഡ് പാകിസ്ഥാൻ ഇസ് ക്ലെയിമിംഗ് ഡീമിലിറ്ററൈസേഷൻ വെയറാസ് ഇന്ത്യ സീക്സ് ടു ഡ്രോ എ ബോർഡർ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഹിമാനി പാകിസ്ഥാൻ സൈനികവൽക്കരണം അവകാശപ്പെടുമ്പോൾ ഇന്ത്യ ഒരു അതിർത്തി വരയ്ക്കാൻ ശ്രമിക്കുന്നു. 2007 Indo-Bhutan Friendship Treaty was substantially revised under the Bhutanese King Jigme Khaksar Namgyal Wangchuk. 2007 ഭൂട്ടാൻ രാജാവായ ജിഗ്മെ കക്സർ നംഗ്യാൽ വാങ്ചുക്കിന്റെ കിഴക്കൻ ഇൻഡോ ഭൂട്ടാൻ സൗഹൃദ ഉടമ്പടി ഗണ്യമായി പരിഷ്കരിച്ചു. Indian Ocean Rim defines a distinctive area in international waters consisting of coastal states boundary in the Indian Ocean. Indian Ocean is the world's third largest ocean. Pacific Ocean is the largest ocean in the world. WGTI Working Group on Trade and Investment. IORBF Indian Ocean Rim Business Forum. IORAG Indian Ocean Rim Academic Group. The US troops withdraw from Afghanistan by 2014, after which Afghanistan might descend into chaos and civil war, resulting in a domino effect of South Asia. India's nuclear policy. India conducted first nuclear test in 1970 for Pokhran, Rajasthan, which is termed a peaceful nuclear explosion. And in 1998, India have attained nuclear capability, and after that India declared as a nuclear state. It's a policy of no first use nuclear weapons will only be used in against nuclear attack on Indian territory or Indian forces anywhere. Non-use of nuclear weapon against non-nuclear states. Continued commitment to the goal of a nuclear weapon-free world through global, verifiable and non-discriminatory nuclear disarmament. India's nuclear policy. India conducted first nuclear test in 1970 for Pokhran, Rajasthan, which is termed a peaceful nuclear explosion. 1974 പൊക്രാനിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. ഇതിനെ സമാധാനപരമായ ആണവ സ്ഫോടനം എന്ന് വിളിക്കുന്നു. ആൻഡ് ഇൻ 1998 ഇന്ത്യ ഹാവ് അറ്റൈൻഡ് ന്യൂക്ലിയർ കേപ്പബിലിറ്റി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇന്ത്യ ഡിക്ലെയർഡ് ആസ് എ ന്യൂക്ലിയർ സ്റ്റേറ്റ്. 1998 ഇന്ത്യ ആണവശേഷി കൈവരിക്കുകയും അതിനുശേഷം ഇന്ത്യ ഒരു ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. It's a policy of no first use nuclear weapons will only be used in against nuclear attack on Indian territory or Indian forces anywhere. ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്നതാണ് നയം. ഇന്ത്യൻ പ്രദേശത്തോ ഇന്ത്യൻ സേനയിലോ എവിടെയെങ്കിലും ആണവ ആക്രമണത്തിനെതിരെ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. Non-use of nuclear weapon against non-nuclear states. ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾക്കെതിരെ ആണവായുധം ഉപയോഗിക്കാതിരിക്കൽ, അതും ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസിയിലുള്ളതാണ്. Continued commitment to the goal of a nuclear weapon-free world through global, verifiable and non-discriminatory nuclear disarmament. ആഗോളതലത്തിൽ പരിശോധിക്കാവുന്നതും വിവേചനരഹിതവുമായ ആണവ നിരായുധീകരണത്തിലൂടെ ആണവായുധ രഹിത ലോകം എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത തുടരുന്നു. IORARC was first established in Mauritius in 1995 and formally in 1997 by the conclusion of a multilateral treaty known as the Charter of Indian Ocean Rim Association for Regional Cooperation. 1995 മൗറീഷ്യസിലാണ് ആദ്യമായി സ്ഥാപിതമായത്. 1997 ചാർട്ടർ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷനുകൾ എന്നറിയപ്പെടുന്ന ഒരു ബഹുമുഖ ഉടമ്പടിയുടെ സമാപനത്തോടെയാണ് ഇത് ഔപചാരികമായി സ്ഥാപിതമായത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സും അതിൻ്റെ ഓതേഴ്സിനെ നോക്കാം. റൂസോ, The Social Contract, Habermas, The Structural Transition of a Public Sphere, Marx and Engels, Manifesto of the Communist Party, Communist Manifesto,
Karl Marx, The 18 Brumaires of Louis Bonaparte, The Civil War in France. Spinoza, Tractates Politics. Aristophanes, Woman in Parliament. Popper, Open Society and its Enemies. Next, previous year questions നോക്കാം. Which of the following is not a normative approach to study political science? Options: A. Philosophical, B. Institutional, C. Behavioral, D. Legal. Answer option C. Behavioral. Author of Green Politics, A Modern Approach. Options: A. Naomi Klein, B. John Bradley, C. Andrew Dobson, D. James Radcliffe. Answer option B. John Bradley. Next, match list first with list second. List ഫസ്റ്റിൽ വരുന്നത് ഓതേഴ്സ് ആണ്. ഗബ്രിയൽ എ ആൽമണ്ട്, ഹരോൾഡ് ഡെ ലാസ്വെൽ, ചാൾസ് എ മറിയം, ആർതർ എഫ് ബെൻലി. ലിസ്റ്റ് സെക്കൻഡിൽ ബുക്സ്. ഫസ്റ്റ്, പൊളിറ്റിക്സ്, ഹു ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. സെക്കൻഡ്, ദ പ്രോസസ് ഓഫ് ഗവൺമെൻറ്. തേർഡ്, പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയാസ്. ഫോർത്ത്, ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്. A3, B1, C4, D2. A3, ഗബ്രിയൽ എ ആൽമണ്ട്, പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയാസ്. B1, ഹരോൾഡ് ഡി ലാസ്വെൽ, പൊളിറ്റിക്സ്, ഹു ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. C4, ചാൾസ് എ മെറിയം, ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ്. D2, ആർതർ എഫ് ബെൻലി, ദ പ്രോസസ് ഓഫ് ഗവൺമെൻറ്. ഓപ്ഷൻ സി A3, B1, C4, D2. Next question, a political system is any persistent pattern of human relationship that involves to a significant extent power, rule or authority. Whose definition is this? Options: A. Robert A. Dahl, B. Benedict and Lipset, C. Auguste Comte, D. Charles A. Merriam. A political system is any persistent pattern of human relationship that involves to a significant extent power, rule or authority. Whose definition is this? ഒരു രാഷ്ട്രീയ വ്യവസ്ഥ എന്നത് ഒരു പരിധിവരെ അധികാരം, ഭരണം അല്ലെങ്കിൽ അധികാരം എന്നിവ ഉൾപ്പെടുന്ന മനുഷ്യബന്ധത്തിൻ്റെ സ്ഥിരമായ ഒരു മാതൃകയാണ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്. ആൻസർ ഓപ്ഷൻ എ, റോബർട്ട് എ ഡാൾ. Assertion: the liberal approach in political science emphasizes individual freedom, limited government and the protection of civil liberties. Reason: the neoliberal approach advocates for increased state intervention in the economy to ensure social welfare through the nationalization of resources. Assertion: A. The liberal approach in political science emphasizes individual freedom, limited government and the protection of civil liberties. രാഷ്ട്രീയ ശാസ്ത്രത്തിലെ ലിബറൽ സമീപനം വ്യക്തി സ്വാതന്ത്ര്യം, പരിമിതമായ സർക്കാർ, പൗര സ്വാതന്ത്ര്യം, സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. Reason: the neoliberal approach advocates for increased state intervention in the economy to ensure social welfare through the nationalization of resources. നവലിബറൽ സമീപനം വിഭവങ്ങളുടെ ദേശസാൽക്കരണത്തിലൂടെ സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുന്നതിന് സമ്പദ് വ്യവസ്ഥയിൽ വർദ്ധിച്ച സംസ്ഥാന ഇടപെടൽ എന്ന് വാദിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, A is true but R is false. The concept of organic intellectuals was developed by options: A. Karl Marx, B. Antonio Gramsci, C. Max Weber, D. Mikhail Foucault. Answer option B ആണ്, Antonio Gramsci. The concept of organic intellectuals was developed by Antonio Gramsci. Who defined a state as the people organized for law within a definite territory?
ഒരു സംസ്ഥാനത്തെ ഒരു നിശ്ചിത പ്രദേശത്തിനുള്ളിൽ നിയമത്തിനായി സംഘടിതരായ ആളുകൾ എന്ന് നിർവചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, വുഡ്രോ വിൽസൺ. The people organized for law within a definite territory. According to Max Weber, rational legal authority is based on charisma and leadership qualities of an individual, established traditions and customs, legally enacted rules and procedures, religious and spiritual legitimacy. According to Max Weber, rational legal authority is based on ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ലെജിറ്റിമസി. ഓതർ ഓഫ് സീയിങ് ലൈക്ക് എ ഫെമിനിസ്റ്റ്. ഓപ്ഷൻസ് എ ഇന്ദിര ജയ്സിംഗ്, ബി നിവേദിത മേനോൻ, സി വന്ദന ശിവ, ഡി അരുന്ധതി റോയ്. ഓതർ ഓഫ് സീയിങ് ലൈക്ക് എ ഫെമിനിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, നിവേദിത മേനോൻ. Assertion. Identity politics can strengthen democracy by ensuring representation for marginalized communities. Reason. Identity-based movements help articulate the concerns of underrepresented groups, leading to more inclusive policy making. Identity politics can strengthen democracy by ensuring representation for marginalized communities. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലൂടെ സ്വത്വ രാഷ്ട്രീയത്തിന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയും. റീസൺ. ഐഡന്റിറ്റി ബേസ്ഡ് മൂവ്മെന്റ്സ് ഹെൽപ്പ് articulate the concerns of underrepresented group, leading to more inclusive പോളിസി മേക്കിംഗ്. സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ പ്രാതിനിധ്യം കുറഞ്ഞ ഗ്രൂപ്പുകളുടെ ആശങ്കകൾ വ്യക്തമാക്കാൻ സഹായിക്കുന്നു. ഇത് കൂടുതൽ ഉൾക്കൊള്ളുന്ന നയരൂപീകരണത്തിലേക്ക് നയിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടും ഇടണം. എന്നാലേ എനിക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റൂ. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.